അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയരായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഖുത്ബയിൽ പ്രത്യേകമായി സൂചിപ്പിച്ച ഒരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് ചില അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. സ്വന്തം രാജ്യം സുരക്ഷിതത്വത്തിൻ്റെ കളിത്തൊട്ടിലാണ് എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഖത്തീബ് സൂചിപ്പിച്ചത്. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം നമ്മുടെ എല്ലാവരുടെയും പിരടികളിലാണ് എന്നാണ് ആമുഖമായി സൂചിപ്പിച്ചത്. രാജ്യത്തിൻ്റെ ഏതൊരു വിഷയത്തിൽ പോലും അശ്രദ്ധ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ആ രാജ്യത്തിനോട് ചെയ്യുന്ന വഞ്ചനയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സൂചിപ്പിച്ചു. രാജ്യത്തിൻ്റെ കാവൽക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രാജ്യത്തിൻ്റെ സ്വന്തം വീട്ടുകാരെ പോലെയാണ്. ഒരു രാജ്യത്തിന് സുരക്ഷ ഒരുക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ നമ്മുടെ സ്വന്തം വീട്ടുകാരെ പോലെയാണ്, നമുക്ക് സുരക്ഷിതത്വം നൽകുന്നവരാണ് അവർ. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ രക്ഷിതാക്കൾ നമുക്ക് സുരക്ഷിതത്വം നൽകുന്നുണ്ടെങ്കിൽ അതേ സ്ഥാനത്ത് തന്നെ അവരെയും നമ്മൾ കാണേണ്ടതുണ്ട്. അതിൻ്റെ ഉദ്യോഗസ്ഥരായാലും അതിന് വേണ്ടപ്പെട്ടവരായാലും അവർ നമ്മുടെ സംരക്ഷകരാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രാജ്യത്തിൻ്റെ സ്വത്ത്, അതേപോലെ തന്നെ വിശുദ്ധ ഗേഹങ്ങൾ എല്ലാം സംരക്ഷിക്കുന്നവരാണ് അവർ. അത് ഒരു രാജ്യത്തിൻ്റെ ഓരോ പൗരന്മാരും അങ്ങനെ മനസ്സിലാക്കുകയും മാത്രവുമല്ല, രാജ്യത്തിലെ ഓരോ പൗരന്മാരും രാജ്യത്തെ സംരക്ഷിക്കുന്നവരും രാജ്യത്തിൻ്റെ വേലികളായി, സംരക്ഷണ വലയങ്ങളായി പ്രവർത്തിക്കുന്നവരുമായി മാറേണ്ടതുണ്ട്. പിന്നെ ഒരു തത്വമായി പറഞ്ഞു, ജീവിതത്തിൻ്റെ കടലിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും തീരത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒരു കപ്പലാണ് രാജ്യമെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഈ ജീവിതമെന്ന ഈ കടലിൽ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു തീരത്തേക്ക് അടുപ്പിക്കുന്നത് നമ്മുടെ രാജ്യമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു നൽകിയ ഏറ്റവും വലിയ മഹത്തായ അനുഗ്രഹമാണ് സുരക്ഷിതത്വവും നിർഭയത്വവുമുള്ള ഒരു രാജ്യം നൽകുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ മഹത്തായ അനുഗ്രഹമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അനുഗ്രഹത്തിന് എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരാകണം. സ്വന്തം നാട്ടിൽ ശാന്തിയും സമൃദ്ധിയുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. നാം സന്തോഷവാന്മാരാണെങ്കിൽ രാജ്യത്തിന് നമ്മുടെ സന്തോഷത്തിൽ വലിയൊരു പങ്ക് രാജ്യത്തു നിന്ന് ലഭിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ സന്തോഷിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ദുഃഖിതരാണെങ്കിൽ നാം രാജ്യത്തിൻ്റെ ചുറ്റുപാടുമൊന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ രാജ്യത്ത് നൽകിയ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ദുഃഖമൊക്കെ മാറിപ്പോകുമെന്നും സൂചിപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വഇദ ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. ഇബ്രാഹിം പറഞ്ഞു, എൻ്റെ നാഥ, നീ നാടിനെ നിർഭയത്വമുള്ളതാക്കി തീർക്കണമേ, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹപൂജയിൽ നിന്ന് അകറ്റി നിർത്തണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. പ്രവാചകന്മാർ ഒക്കെ ഈ പാരമ്പര്യമാണ് കാത്തു സൂക്ഷിച്ചത്. സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനു വേണ്ടിയും നിർഭയത്വത്തിനു വേണ്ടിയും അവർ പ്രാർത്ഥിച്ചിരുന്നു. മാത്രവുമല്ല, ശിർക്കിൽ നിന്ന് മുക്തമാകുവാനും കൂടി അവർ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദ് മലയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഹാദാ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഈ മല നമ്മെ സ്നേഹിക്കുന്നുണ്ട്, നാം അതിനെയും സ്നേഹിക്കുന്നു. മാത്രവുമല്ല, അങ്ങനെ പ്രകൃതിയിലെ ഓരോ പ്രതിഭാസങ്ങളെയും പ്രവാചകന്മാർ ഇഷ്ടപ്പെടുകയും അവരോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഹുബ്ബുൽ ഇലൈനാൽ മദീന കഹുബ്ബിന മക്കത്തൻ ഔ അഷദ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് മദീനയോട് സ്നേഹം നീ നിറയ്ക്കണമേ, മക്കയെ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറെ മദീനയോടുള്ള സ്നേഹം ഞങ്ങൾക്ക് നിറച്ചു തരണമേ എന്ന് മദീനയിലാകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മുടെ മനസ്സ്
നമ്മൾ നന്നാക്കിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ മനസ്സ് മാറാതെ നമ്മുടെ അവസ്ഥ അള്ളാഹു മാറ്റുകയില്ല എന്നും വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം വഇദാ അറാദല്ലാഹു ബിഖൗമിൻ സൂഅൻ ഫലാ മറദ്ദ ലഹു വമാ ലഹും മിൻ ദൂനിഹി മിൻ വാൽ. എല്ലാ ഓരോ മനുഷ്യൻ്റെയും മുന്നിലും പിന്നിലും അവൻ നിയോഗിക്കപ്പെട്ട മേൽനോട്ടക്കാരുണ്ട്. നമ്മുടെ മുന്നിലും പിന്നിലും അള്ളാഹു നിശ്ചയിക്കപ്പെട്ട മലക്കുകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവൻ അവരെ ശ്രദ്ധിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അള്ളാഹു ഒരു ജനതയുടെയും അവസ്ഥയിൽ മാറ്റം വരുത്തുകയില്ല. അവർ തങ്ങളുടെ സ്ഥിതി സ്വയം മാറ്റും വരെ. എന്നാൽ അള്ളാഹു ഒരു ജനതയ്ക്ക് വല്ല ദുരിതവും വരുത്താൻ ഉദ്ദേശിച്ചാൽ ആർക്കും അത് തടഞ്ഞു വെക്കാനാവില്ല. അവനൊഴികെ അവർക്ക് ഒരു രക്ഷകനുമില്ല എന്ന് സൂചിപ്പിച്ചു. അതുകൊണ്ട് നന്മയും ധാർമ്മികതയും നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ പോലെയാണ് സ്ഥിതി കൊള്ളുന്നത്. നമ്മുടെ മനസ്സ് എങ്ങനെ നിയന്ത്രിക്കുന്നു അതുപോലെയായിരിക്കും സമൂഹത്തിൽ നന്മയും ധാർമ്മികതയും നിലനിൽക്കുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ കൽപ്പന, അതായത് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചാൽ നമ്മുടെ ലക്ഷ്യം നമുക്ക് നിറവേറാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുക. വ ഉലിൽ അംരി മിൻകും, അതിൻ്റെ കൈകാര്യകർത്താക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെയും അള്ളാഹിൻ്റെ റസൂലിനും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുസ്ലിം നേതൃത്വങ്ങൾ, ഭരണകർത്താക്കൾ, ഇതൊക്കെ അതിൽ ഉൾപ്പെടുമെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് അവരെ നിങ്ങൾ അനുസരിക്കുക. ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും മിൻ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലിഹി, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് തമ്മിൽ തർക്കമുണ്ടായാൽ അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കും നിങ്ങൾ മടങ്ങി വരിക. ഇൻകുന്തും തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. വൽയൗമിൽ ആഖിർ, പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ദാലിക ഖൈറുൻ വ അഹ്സനു തഅ്വീല, തീർച്ചയായും ഏറ്റവും നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ തർക്കമുണ്ടായാൽ അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കും മടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതാണ് ഏറ്റവും മെച്ചപ്പെട്ട ഫലമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് സമൂഹത്തിൻ്റെ മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിച്ച് അപക്വമായ ഒരു നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നാശങ്ങളാണ് വിളിച്ചു വരുത്തുക. ശരിയായ അഭിപ്രായത്തിൽ നിന്നും വ്യതിചലിക്കുന്നത് കലഹത്തിലേക്കും അഴിമതിയിലേക്കും അവകാശ ധ്വംസനത്തിലേക്കും ആക്രമണത്തിലേക്കുമാണ് എത്തിച്ചേരുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രാജ്യത്തിൻ്റെ ശരീഅത്ത് നിയമമനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങൾ സമൂഹത്തിൻ്റെ മൂല്യങ്ങളിൽ നിന്നും പുറത്തുപോയി തിന്മയിലേക്കും അള്ളാഹു മുന്നറിയിപ്പ് നൽകിയ ദുരന്തങ്ങളിലേക്കും കടന്നു പോകുമെന്നതിൽ യാതൊരു സംശയമില്ല. വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു, അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യുസല വയുഫ്സിദൂന ഫിൽ അർദ് ഉലൈക ഹുമുൽ ഖാസിറൂൻ. അള്ളാഹുവുമായി കരാർ ഉറപ്പിച്ചതിനു ശേഷം അത് ലംഘിക്കുന്നവരാണ് അവർ. അള്ളാഹു കൂട്ടിയിണക്കാൻ കൽപ്പിച്ചതിനെ വേർപ്പെടുത്തുന്നവരാണവർ. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരാണവർ. നഷ്ടം പറ്റിയവരും അവർ തന്നെയാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്, അള്ളാഹുവുമായുള്ള ഒരു കരാറാണ്. സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളത് അത് അവർ ചെയ്യുന്നത് അള്ളാഹുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമമാണ്. മറ്റൊരു അധ്യായത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഇദാ തവല്ല സഅ ഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ൽ വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. അധികാരം ലഭിച്ചാൽ അവൻ ശ്രമിക്കുക ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനാണ്, കൃഷിനാശം വരുത്താനും മനുഷ്യകുലത്തെ നശിപ്പിക്കാനുമാണ്. അള്ളാഹു കുഴപ്പം ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് രാജ്യത്തെ എന്തിനേയും ആക്രമിക്കുന്നവൻ രാജ്യദ്രോഹിയും വഞ്ചകനുമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രാജ്യത്തെ ജനങ്ങളുടെ അവകാശ സംരക്ഷണം ഓരോ പൗരൻ്റെയും കടമയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അക്രമങ്ങൾ അതുപോലെ തന്നെ അനൈക്യത്തിലേക്കാണ് അത് നയിക്കുന്നത്. അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അനൈക്യവും വിഭജനങ്ങളുമാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ കാര്യങ്ങളെ നമ്മൾ ഗൗരവത്തോടു കൂടി നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഓരോ പൗരന്മാരും മുന്നോട്ട് വരേണ്ടതുണ്ട്. നിർഭയത്വമുള്ള രാജ്യമാക്കി മാറ്റുവാൻ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നിർഭയത്വമുള്ള ഒരു രാജ്യത്തിന് വേണ്ടി അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.